വലിയ പറമ്പിലെ UDFന്റെ പരാജയത്തിന് പിന്നിൽ മുസ്ലിം ലീഗിനുള്ളിലെ നേതൃത്വമെന്ന് തുറന്നടിച്ച് 10ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന ഉസ്മാൻ പാണ്ഡ്യാല. ലീഗിന്റെ ഉരുക്കുകോട്ടയിലെ വിള്ളലുകൾക്ക് കാരണം ലീഗിലെ തന്നെ ചിലർ നടത്തിയ കളികളാണെന്ന് ഉസ്മാൻ പാണ്ഡ്യാല പറഞ്ഞു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ 10ാം വാർഡിലെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു ഉസ്മാൻ പാണ്ഡ്യാല. ഇവിടെ 141 വോട്ടിനാണ് ഉസ്മാൻ പാണ്ഡ്യാല ഇടത് സ്വതന്ത്രനായ ഖാദർ പാണ്ഡ്യാലയോട് പരാജയപ്പെട്ടത്. ഇതിന് കാരണം മുസ്ലിം ലീഗിലെ ഉൾക്കളികളാണെന്ന് ഉസ്മാൻ പാണ്ഡ്യാല TC ന്യൂസിനോട് പറഞ്ഞു. മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുവാൻ ലീഗിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതറിഞ്ഞുകൊണ്ടാണ് ലീഗിൽ നിന്നുള്ള ചിലർ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ളിൽ പടലപ്പിണക്കം നിലനിന്നിരുന്നു. ഇത് ഇടതുപക്ഷം മുതലെടുത്തു. പ്രദേശത്തെ ഒരുപറ്റം ആളുകൾ ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ CPIM സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുകയായിരുന്നു CPM. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. എന്നാൽ പ്രചരണത്തിനിറങ്ങിയപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലേബലിലാണ് പ്രവർത്തിച്ചത്. ബ്ലോക്ക്, ജില്ലാ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് പിന്നിലും ഇവരുടെ കളികളാണെന്ന് ഉസ്മാൻ പാണ്ഡ്യാല പറഞ്ഞു. വോട്ട് അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. അവർ കൃത്യമായി ഇടതുപക്ഷവുമായി ധാരണയുണ്ടാക്കി ഒരു വോട്ട് ഇടതുപക്ഷ സ്വതന്ത്രനും ബാക്കി 2 വോട്ട് PKC കുഞ്ഞത്തുള്ളക്കെതിരായി ബ്ലോക്കിലേക്കും പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി TC റഹ്മാനെതിരായി ജില്ലാ പഞ്ചായത്തിൽ നൽകിക്കൊണ്ട് തന്നെയാണ് അവരിവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടിൻ്റെ പാറ്റേൺ ഞങ്ങളുടെ കയ്യിലുണ്ട്. 1ാം വാർഡിൽ നിന്ന് ലഭിച്ച വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് 135 ആണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ലഭിച്ചത് 141 ആണ്. ഇടതുപക്ഷ സ്വതന്ത്രന് ലഭിച്ചത് 306 ആണ്. സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ട പ്രദേശത്തെ ക്ലബ്ബ് പ്രാദേശിക രാഷ്ട്രീയമാണ് കളിച്ചത്. ക്ലബിന്റെ മറവിൽ പ്രാദേശികത്വം പറഞ്ഞ് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചത്. ഇത് ഏറെ വേദനയുണ്ടാക്കിയെന്നും ഉസ്മാൻ പാണ്ഡ്യാല പറഞ്ഞു. ഒരു ക്ലബിന്റെ മറവിൽ ക്ലബ്ബ് രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തത്. ക്ലബ്ബ് സാധാരണ സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനം നടത്താറാണ് പതിവ്. അതിൽ നിന്ന് വിപരീതമായി അവർ പ്രത്യേകമായി ഒരു ക്ലബിൻ്റെ ബേസിൽ പ്രാദേശിക രാഷ്ട്രീയം പറഞ്ഞ് പ്രാദേശികത്വം പറഞ്ഞ് വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അവിടെ ഒരു കമ്മിറ്റിയുടെ പേരിൽ മയ്യത്ത് മറമാടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം പ്രചരണം നടത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ, മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുവാൻ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ വിഘടിച്ച് നിൽക്കുന്ന ആളുകൾ ശ്രമിച്ചത് എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. വലിയ പറമ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ആളുകൾ തന്നെയാണ് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയത്. മറ്റു വാർഡുകളിൽ UDFനെ പരാജയപ്പെടുത്തുന്നതിനും ഇവർ ശ്രമിച്ചു. ഇതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അടുത്ത ചേരുന്ന മണ്ഡലം, ജില്ലാ നേതൃയോഗത്തിൽ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അകത്തു നിന്നുകൊണ്ട് തന്നെ വലിയ പറമ്പ് പഞ്ചായത്തിലെ ഉത്തരവാദപ്പെട്ട ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ആളുകൾ പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടി മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുവാൻ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ, മറ്റ് വാർഡുകളിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ശക്തമായ തെളിവുകളൊക്കെ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന പാർട്ടിയുടെ പഞ്ചായത്ത് ഘടകവും അതുപോലെ മണ്ഡലം, ജില്ലാ ഘടകവും ഇക്കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ആവശ്യമായ നടപടികൾ അവർക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.